സിരിജി, ബലൂചിസ്ഥാൻ സ്വതന്ത്രരാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ പാകിസ്ഥാൻ പറയുന്നത് ബലൂചിസ്ഥാനിൽ പിന്നിൽ ഇന്ത്യ നിന്നാണ് ബലൂചിസ്ഥാനെ സഹായിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാന്റെ രാഷ്ട്രപിതാവായി മോദി വരുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രരായാൽ പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാകും? ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അജിത് ഡോവൽ എന്ന് പറയുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ചേർന്ന ഒരു കൂട്ടം അവർ കൃത്യമായ സ്റ്റെപ്പ് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന കലാപമാണ് ഇന്ത്യയേക്കാൾ വലിയ ഭീഷണിയായിട്ട് പാകിസ്ഥാന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനിലുള്ള ആളുകൾ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായി, ഞങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനായി, ഇനി ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കറൻസി വേണം, പാസ്പോർട്ട് വേണം, അതൊക്കെ ഞങ്ങൾ അച്ചടിക്കാൻ പോകണം, അതിന് കുറേ പൈസ വേണം. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലോകത്തിലെ ഒരു വൻ ശക്തി ഞങ്ങളെ പിന്തുണച്ചാൽ ഇതെല്ലാം ഞങ്ങൾക്ക് സാധിക്കാൻ പറ്റും. അതായത് UN ഇനി ഞങ്ങളെ അംഗീകരിക്കണം. ഒരു വൻ ശക്തി ആരാ? ഇന്ത്യ. അതാണ്. അപ്പോൾ ഇന്ത്യ ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങളുമായി ട്രേഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്താൽ റഷ്യ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ഞങ്ങളെ അംഗീകരിക്കും. നമുക്കറിയാം ഇപ്പോൾ പാലസ്തീനെയും ഇസ്രായേലിനെയും ഒന്നും എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ അവരുമായിട്ട് ബന്ധമൊക്കെ പുലർത്തുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ബലൂചിസ്ഥാനെ ആരും അംഗീകരിക്കുമെന്നും വേണ്ട. അവർ വേണമെങ്കിൽ ബന്ധം പുലർത്തി കഴിഞ്ഞാൽ അവരൊരു രാജ്യമായി മാറും. ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് പതിറ്റാണ്ടുകളായിട്ട് ബലൂചിസ്ഥാനിൽ ആളുകൾ പാകിസ്ഥാൻ ഭരണകൂടമായിട്ട് പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നം രൂക്ഷമായിരിക്കുകയും ബലൂചിസ്ഥാനികളെ ഇവർ അടിച്ചമർത്തുകയും ചെയ്തു. ഇവർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല, പണമില്ല, അവരുടെ സ്വൈര്യ ജീവിതം തന്നെ നശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഈ NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മോദി തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ചിലരെ നിയമിക്കുന്നു. അങ്ങനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ഡോവൽ എത്തുന്നു. ഈ അജിത് ഡോവൽ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ റോയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് നിന്നൊരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ചില തന്ത്രങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണകൂടം നടപ്പാക്കി. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ സന്നദ്ധ സംഘടനയ്ക്ക് പണവും ആയുധവും ഒക്കെ ഇന്ത്യ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ കാലങ്ങളായി പാകിസ്ഥാൻ്റെ ആരോപണം റോയാണ് അവർക്ക് എല്ലാ സഹായവും കൊടുക്കുന്നതെന്നാണ്. ഇപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു വലിയ രാജ്യത്തിൻ്റെ പിന്തുണയുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ സ്വതന്ത്രമാകും. അങ്ങനെ സ്വതന്ത്രമായാൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായ ദേശീയ ഗാനമുണ്ടാവും, പിന്നെ റിപ്പബ്ലിക് അതിൻ്റെ പരിപാടികളുണ്ടാവും, അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരെ വിളിക്കും. ഒപ്പം ഞങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന ആർമിയിലെ, പോലീസിലെ, ഇൻ്റലിജൻസിലെ മുഴുവൻ പാകിസ്ഥാനികളും ഇവിടുന്ന് പിന്മാറണം. കാരണം ഇത് ബലൂജ് എന്ന് പറയുന്ന രാജ്യമാണ്. ഇവിടെ പാകിസ്ഥാനികൾക്ക് എന്താ കാര്യം? അപ്പോൾ അവിടുത്തെ ആകാശം, അവിടുത്തെ സമുദ്രം, തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന പാകിസ്ഥാനികളുണ്ടെങ്കിൽ ഇനി നിങ്ങളിവിടെ ജോലി ചെയ്യാൻ പാടില്ല. ഇനി ഇവിടെ ബലൂജികൾക്ക് മാത്രമേ ജോലിയുള്ളൂ. ബലൂചിസ്ഥാൻ്റെ പ്രദേശമായി മാറിയിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഖൈബർ പഷ്തൂൺഖ മേഖലയും സിന്ധു മേഖലയും പഞ്ചാബ് മേഖലയും ഒക്കെ വിഘടിച്ച് നിൽക്കുന്നു. ഒപ്പം ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുകയാണ്, കറ്റ്വ എന്ന് പറയുന്ന പ്രദേശം ഞങ്ങൾ പിടിച്ചെടുത്തു. ഇതെന്ന് പറയുന്നത് ബലൂജിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ബലൂജിന് പിടിച്ചിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ബലൂജിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ് താല്പര്യം കൂടുതൽ. കാരണം അവിടെ സംസാരിക്കുന്ന ഭാഷയിൽ 80% അവർ സംസാരിക്കുന്ന തമിഴ് കൂടി കലർന്ന ഒരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ദ്രാവിഡൻ സംസ്കാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയാണ് ബലൂചിസ്ഥാൻ കൈക്കൊള്ളുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഇന്ത്യയുമായി ചേർന്ന് പോകാനാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ളതാണ്. ഈ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഇപ്പോൾ നല്ല ബന്ധമുള്ളത് കൊണ്ട് ഈ അഫ്ഗാന്റെ അതിർത്തിയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വഴിയാണ് ഇന്ത്യ ആയുധങ്ങൾ ബലൂചിസ്ഥാൻ എത്തിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. പക്ഷേ ഇന്ത്യ ഇതുവരെ അതിന് മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് നമുക്കും അതിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ബലൂചിസ്ഥാൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആർമിക്ക് ഇപ്പോൾ അവരുടെ രക്ഷാകവചങ്ങളും അവരുടെ ആയുധങ്ങളും ഒക്കെ കണ്ടാൽ ഏതോ പിന്നെ വമ്പൻ ശക്തി കൃത്യമായി അവർക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പാക് പട്ടാളത്തെ പോലും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അതിനും വേണ്ടിയുള്ള ആയുധക്കോപ്പുകൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാരെങ്കിലും നൽകാതെ ബലൂചിസ്ഥാന് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജാഫർ എക്സ്പ്രസ് പോലുള്ള ഒരു ട്രെയിൻ ആക്രമിച്ച് പിടിക്കുക, അതിലുള്ള പാക് പട്ടാളക്കാരെ മുഴുവൻ തീർക്കുക എന്നൊക്കെ പറയുന്നത് ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നങ്ങളിൽ മാത്രമുള്ളതാണ്. പക്ഷേ അവർക്ക് പിന്നിൽ കൃത്യമായി തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി അവർക്ക് പിന്നിലുണ്ട്. അത് ഡോവലിൻ്റെ തലയല്ലാതെ മറ്റാരുടെ തലയുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഇപ്പോൾ സമയമില്ല. കാരണം ഇന്ത്യയെ അടിക്കണം, ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ തീർക്കണം, ഇതിൻ്റെ തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെ മുട്ടാൻ നിൽക്കുന്ന പാകിസ്ഥാന് ബലൂചിസ്ഥാൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം മുതലാക്കിക്കൊണ്ട് ബലൂചിസ്ഥാൻ സ്വതന്ത്രനാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും.
ശരിക്കും പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് പാകിസ്ഥാൻ കൈയും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ബലൂജ് എന്ന് പറയുന്ന മേഖല പാകിസ്ഥാന്റെ മൊത്തം വിസ്തൃതിയുടെ 44% വരുന്നു എന്ന് വെച്ചാൽ ഭൂരിഭാഗം പ്രദേശം. പക്ഷേ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മൊത്തം ജനസംഖ്യയുടെ 5% ഈ ബലൂജ് മേഖലയിലുള്ളൂ. ധാതു സമ്പത്തുകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടം ഇവിടെ ഖനനം നടത്തുകയും അതിൻ്റെ ഗുണങ്ങൾ സമ്പത്തെല്ലാം നേടിയെടുക്കുകയും ചെയ്യും. എന്നിട്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരും ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ താമസിക്കുന്ന പഞ്ചാബിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ രാഷ്ട്രീയക്കാർ ബലൂജിനെ അവഗണിക്കുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളെ സൈന്യവും രാഷ്ട്രീയക്കാരും ഒക്കെ ഉപദ്രവിക്കുകയും ഞങ്ങളെ വികസന മുരടിപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഈ ഭരണകൂടമാണ്. ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന, ഇത്തരത്തിലുള്ള 7 സംഘടനകളുണ്ട്. ഇവരുടെ കൂട്ടായ്മകൾക്കെല്ലാം തന്നെ വലിയ പിന്തുണ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കിട്ടി. അപ്പോൾ ബലൂചിസ്ഥാന് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത്, എവിടെ നിന്നാണ് സാമ്പത്തിക സഹായം കിട്ടുന്നതെന്നൊക്കെ എല്ലാവർക്കും വലിയ സംശയമാണ്. പക്ഷേ പാകിസ്ഥാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് റോയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അവർക്ക് പണം കൊടുക്കുന്നത് ആയിരിക്കാം. ഇന്ത്യ ഒന്നും മിണ്ടുന്നില്ല, ഞങ്ങൾ കൊടുക്കുന്നൊന്നും പറയുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വലിയൊരു രാജ്യത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു ഓഫീസ് തുറക്കണം. എന്തിൻ്റെ? ബലൂജ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ. ഒപ്പം ബലൂജിന് എംബസി തുറക്കണം. അപ്പോൾ ഡൽഹിയിൽ നമ്മളൊരു എംബസി തുറന്നാൽ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളും എംബസി തുറക്കും. അപ്പോൾ ഒരു രാജ്യത്തെ അംഗീകരിക്കാൻ മറ്റ് ചില രാജ്യങ്ങൾ ഒന്നിച്ച് നിന്നാൽ മതി. അപ്പോൾ ഇന്ത്യയുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉപയോഗിച്ച് ഈ ബലൂജിനെ നമ്മൾക്ക് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ വേറൊരു രാജ്യമായി മാറുന്നു. ഇനി ബലൂജ് എന്ന് പറയുന്ന രാജ്യത്തിന് സ്വന്തമായി ആർമി ഉണ്ടാകുന്നു. ഇവർ നേരിട്ട് പറയുകയാണ്, അതായത് പാകിസ്ഥാന് പട്ടാളം ഉണ്ടോ എങ്കിൽ ഞങ്ങൾക്കും പട്ടാളമുണ്ട്. പാകിസ്ഥാൻ പോലീസുണ്ടോ? ഞങ്ങൾക്കും പോലീസുണ്ട്. പാകിസ്ഥാന് ഈ തുറമുഖത്തിൻ്റെയും വ്യോമ മേഖലയുടെയൊക്കെ നിയന്ത്രണം ഉണ്ടോ? ബലൂജിനും ഉണ്ട് നിയന്ത്രണം. അങ്ങനെ ഞങ്ങളും ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനൊക്കെ പ്രേരണ കൊടുത്തത് ഈ പറയുന്ന അജിത് ഡോവലാണ്. അപ്പോൾ അജിത് ഡോവലിൻ്റെ തന്ത്രങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൃത്യമായി നടപ്പാക്കുകയും പാകിസ്ഥാനെ നമ്മൾ പിളർത്തുകയും ചെയ്തു. ഇപ്പോൾ പാക് ആർമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഈ കൊറ്റ മേഖലയിലേക്ക് അവർ കടന്നു വരികയും ഞങ്ങളുടെ കുറച്ച് പട്ടാളക്കാർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? 14 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ അത് ചെറിയ സംഭവമാണോ? ശരിക്കും പറഞ്ഞാൽ പാക് ആർമി അവിടുന്ന് പേടിച്ചോടി. പക്ഷേ ലോകത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കണം, പാകിസ്ഥാനിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന്. ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കി തിരിച്ചടി കൊടുക്കാനാണ് നമ്മൾ ശ്രമം നടത്തുന്നതെന്നുള്ളത് പാകിസ്ഥാനും തിരിച്ചറിയാം. പക്ഷേ ലോകത്തിന് മുന്നിൽ അവർക്ക് സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബലൂജികൾ പറയുന്നു ഞങ്ങളെ സ്വതന്ത്രമാക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഞങ്ങൾ രാഷ്ട്രപിതാവായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഇപ്പം നമ്മൾ മഹാത്മാഗാന്ധിയെ കാണുന്ന പോലെ അല്ലെ പാകിസ്ഥാൻ ജിന്നെ കാണുന്ന പോലെ. അപ്പോൾ നരേന്ദ്രമോദി മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ്. ഔദ്യോഗികമായി അങ്ങനെയല്ല, പക്ഷെ അവരുടെ മനസ്സിൽ അത്ര ആരാധന, താല്പര്യം, ബഹുമാനം ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇന്ത്യ ഒന്ന് വിചാരിച്ചാൽ പാകിസ്ഥാനെതിരെ യുദ്ധം മാത്രമല്ല നടക്കുന്നത്, അതിനുള്ളിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി ആ രാജ്യത്തെ ഒരു പ്രത്യേക പ്രദേശത്തെ സ്വതന്ത്രമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. ഞെട്ടില്ലേ ലോകം? തീർച്ചയായിട്ടും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൂട്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഭീകരവാദത്തെ വളർത്തുക എന്നതിനപ്പുറം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ ആ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചോ ഒന്നും ആ രാജ്യം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഭീകരർക്ക് എങ്ങനെ അന്നം കൊടുക്കാൻ പറ്റും, ഏത് ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഭീകരർക്ക് അന്നം കൊടുത്ത് അവരെ വളർത്താൻ പറ്റും, അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടോ ജനങ്ങളുടെ അവസ്ഥയോ ജനങ്ങളുടെ ദുരിതമോ ഇതൊന്നും പാകിസ്ഥാനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഈ ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഏതെങ്കിലും പട്ടാള സൈനിക താവളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് പാകിസ്ഥാനിലെ കാണാൻ പറ്റൂ. ഭീകരർക്ക് സൈനികർ പരിശീലനം നൽകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ ഒരിക്കലും അത്തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമല്ല ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് ചെയ്യാൻ കഴിയും, ആ രാജ്യത്തെ വലിയ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതിനൊരു അഭിനന്ദനം നൽകേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഒരു തരത്തിലും വളർന്നു വരാൻ കഴിയാത്ത, അവഗണന ഏറ്റുകിടക്കുന്ന ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ഇന്ത്യ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് നടത്തിയിരിക്കും ഇന്ത്യ, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇന്ത്യ അത് അംഗീകരിക്കണം. ഞങ്ങൾ തന്നെയാണ് ബലൂചിസ്ഥാനെ സഹായിച്ചത്, ബലൂചിസ്ഥാൻ്റെ പിന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് ഇന്ത്യ അംഗീകരിക്കാത്തിടത്തോളം കാലം നമുക്കത് ഈ ഊഹാഭോഗങ്ങളിലൂടെ മാത്രമേ നിർത്താൻ കഴിയൂ. പക്ഷെ അവർ പറയുന്നുണ്ട് ഞങ്ങളെ UN അംഗീകരിക്കണം. UN അംഗീകരിക്കണമെങ്കിൽ ലോകത്തിലെ വലിയ രാജ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അംഗീകരിക്കണം. അപ്പോൾ ഇന്ത്യ ഒരുപാട് ട്രേഡ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മറ്റു രാജ്യങ്ങളും വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി മാറുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകാത്ത എന്താണെന്ന് അറിയാം, ഇപ്പോഴും ജമ്മു കാശ്മീരിലും വന്ന് ഡ്രോൺ ഇട്ടുകൊണ്ട് നമ്മളെ ചൊറിയുക പാകിസ്ഥാൻ. ഈ ചൊറിച്ചിലൊന്ന് കഴിയട്ടെ, അതിനുശേഷം ഞങ്ങൾ ശരിയാക്കി തരാം.